കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ജോബ് കോസ്റ്റിങ്ങിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ജോബ് കോസ്റ്റിംഗ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. അപ്പോൾ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ്. മെയിൻലി ദർ ആർ ടു മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ജോബ് കോസ്റ്റിംഗ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് പ്രോസസ് കോസ്റ്റിംഗ്. അപ്പോൾ മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിൽ മെയിനായിട്ട് വരുന്ന രണ്ട് മെത്തേഡാണ്. ഒന്ന് ജോബ് കോസ്റ്റിങ്ങും രണ്ടാമത്തത് പ്രോസസ് കോസ്റ്റിങ്ങും. അപ്പോൾ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഇനി ജോബ് കോസ്റ്റിങ്ങിൽ ഓരോ ജോബിൻ്റെയും അല്ലെങ്കിൽ വർക്കിൻ്റെയും കോസ്റ്റ് കളക്ട് ചെയ്യുകയും അത് അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ജോബും സെപ്പറേറ്റ് കോസ്റ്റ് യൂണിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ജോബും മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ജോബിൻ്റെയും അല്ലെങ്കിൽ വർക്കിൻ്റെയും കോസ്റ്റും പ്രോഫിറ്റും സെപ്പറേറ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദി മെത്തേഡ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ് ഓഫ് ജോബ്സ് ഓർ വർക്ക് ഓർഡർ സെപ്പറേറ്റ്ലി. അതായത് കസ്റ്റമേഴ്സിൻ്റെ സ്പെഷ്യൽ ഓർഡർ അനുസരിച്ച് പ്രൊഡക്ഷൻ നടത്തുന്നിടത്തെ ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ കിട്ടിയതിന് ശേഷം മാത്രമേ എന്ത് തുടങ്ങുള്ളൂ, പ്രൊഡക്ഷൻ തുടങ്ങുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ ഈസ് നോട്ട് ഫോർ സ്റ്റോക്ക്. അപ്പോൾ ജോബ് കോസ്റ്റിങ്ങിൽ നമ്മൾ ഓരോ കോസ്റ്റിൻ്റെയും ജോബ് അസർട്ടൈൻ ചെയ്യണം. അതായത് ഓരോ കോസ്റ്റിൻ്റെയും ജോബ് നമ്മൾ നിർണ്ണയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജോബ് നിർണ്ണയിക്കണ എപ്പോൾ മാത്രമാണ് ഒരു പെർട്ടിക്കുലർ ജോബിന് അല്ലെങ്കിൽ വർക്കിന് നമുക്കൊരു കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ കിട്ടിയതിന് ശേഷം മാത്രമാണ് ആ ജോബിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നത്. സോ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് എന്തെന്ന് പറയുന്നത് ജോബ് കോസ്റ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ under job costing, costs are collected and accumulated for each job. അതായത് ഓരോ ജോബിൻ്റെയും കോസ്റ്റ് നമ്മൾ കളക്ട് ചെയ്ത് സ്വരൂപിക്കുകയും അതോടൊപ്പം തന്നെ അത് അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ ഈച്ച് ജോബ് ഈസ് കോസ്റ്റഡ് സെപ്പറേറ്റ്ലി. ഓരോ ജോബ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കോസ്റ്റ് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നത്. ദെൻ ദർ ഈസ് എ ഡെഫിനിഷൻ ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ICMA ലണ്ടൻ. ICMA ലണ്ടൻ്റെ അഭിപ്രായത്തിൽ ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഫോം ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്. അതായത് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ജോബ് കോസ്റ്റിംഗ്. അത് അപ്ലൈ ചെയ്യുന്നത് വേർ വർക്ക് ഈസ് അണ്ടർടേക്കൺ ടു കസ്റ്റമേഴ്സ് സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ എവിടെയാണോ ഒരു കസ്റ്റമർ ഒരു സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് തരുന്നത്, അതായത് ഒരു സ്പെസിഫിക് ഓർഡർ തരുന്നത്, ആ കേസിലാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്, ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് അതേപോലെ തന്നെ ഈച്ച് ഓർഡർ ഈസ് കമ്പാരിറ്റീവ്ലി ഓഫ് ഷോർട്ട് ഡ്യൂറേഷൻ. ഓരോ ഓർഡറും എന്തായിരിക്കും, ഷോർട്ട് ഡ്യൂറേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് 6 months മുതൽ 18 months വരെ ആയിരിക്കും അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ഡ്യൂറേഷനാണ്. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് ജോബ് കോസ്റ്റിംഗ്. ദെൻ ഹിയർ ഈച്ച് ജോബ് ഈസ് കൺസിഡേർഡ് ആസ് എ കോസ്റ്റ് യൂണിറ്റ്. ദാറ്റ് ഈസ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോസ്റ്റ് യൂണിറ്റ് ഈസ് ദി യൂണിറ്റ് ഇൻ വിച്ച് ദി കോസ്റ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആൻഡ് അസർട്ടൈൻഡ്. ദാറ്റ് ഈസ് കോസ്റ്റ് യൂണിറ്റിന് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെയിൻറ്റ് അതിൻ്റെ കോസ്റ്റ് യൂണിറ്റ് ആണ് പെർ ലിറ്റർ എന്ന് പറയുന്നത്. സിമെൻറ്റിൻ്റെ കോസ്റ്റ് യൂണിറ്റ് പെർ ടൺ. അതുപോലെ തന്നെ TV, ദാറ്റ് ഈസ് ഇറ്റ്സ് കോസ്റ്റ് യൂണിറ്റ് ഈസ് പെർ സെറ്റ്. ദെൻ ട്രാൻസ്പോർട്ട്, ഇറ്റ്സ് കോസ്റ്റ് യൂണിറ്റ് ഈസ് പെർ പാസഞ്ചർ. ആൻഡ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കോസ്റ്റ് യൂണിറ്റ് ഈസ് പെർ സ്റ്റുഡൻസ്. സോ therefore job costing is the method of ascertaining cost of jobs or work order separately. Then next, job costing is applied where production is against customer specific order. ഒരു കസ്റ്റമർ ഒരു സ്പെഷ്യൽ ഓർഡർ കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്, ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. Then therefore job costing is also known as specific order costing. അതേപോലെ തന്നെ ജോബ് കോസ്റ്റിങ്ങിന് പറയുന്ന മറ്റൊരു പേരാണ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ഓർ ജോബ് ഓർഡർ കോസ്റ്റിംഗ്. അതേപോലെ തന്നെ ലോഡ് കോസ്റ്റിംഗ്, ടെർമിനൽ ഓർഡർ കോസ്റ്റിംഗ് എക്സെട്ര. ദെൻ ഇവിടെ ജോബ് കോസ്റ്റിംഗ് രണ്ട് കേസിലാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മാനുഫാക്ചറിങ് കമ്പനീസും ജോബ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്, നോൺ മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസും ജോബ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻ ദി കേസ് ഓഫ് മാനുഫാക്ചറിങ് കൺസേൺസ്, ഏതൊക്കെ മാനുഫാക്ചറിങ്
മാനുഫാക്ചറിങ് ഫേമിലാണ് നമ്മൾ ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് പ്രിൻറ്റിംഗ് പ്രോസസ്സിൽ, അതേപോലെ തന്നെ മെഷീൻ ടൂൾ മാനുഫാക്ചറിങ്, ഗാർമെൻറ്റ് മാനുഫാക്ചറിങ്, ഫർണിച്ചർ മാനുഫാക്ചറിങ്, ഇൻറ്റീരിയർ ഡെക്കറേഷൻ, ഷിപ്പ് ബിൽഡിംഗ്. അപ്പോൾ ഇങ്ങനെ വരുന്ന മാനുഫാക്ചറിങ് യൂണിറ്റ്സിലൊക്കെ എന്ത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്? ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ ഇപ്പോൾ നോൺ മാനുഫാക്ചറിങ് കൺസേൺസ് ആണെന്നുണ്ടെങ്കിൽ ദെൻ നെക്സ്റ്റ് നോൺ മാനുഫാക്ചറിങ് ഫേമിലും എന്ത് ചെയ്യുന്നുണ്ട്? ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോൺ മാനുഫാക്ചറിങ് കൺസേൺസ് ആണെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന ജോബ് കോസ്റ്റിംഗ് മെത്തേഡ് ഫോളോ ചെയ്യുന്ന നോൺ മാനുഫാക്ചറിങ് ഫേംസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിപ്പയറിംഗ് യൂണിറ്റ്സ്, ജനറൽ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ്, ഓട്ടോമൊബൈൽ ഗ്യാരേജസ് എല്ലാം എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്? ജോബ് കോസ്റ്റിംഗ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നുണ്ട് ടു അസർട്ടൈൻ കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ് സെപ്പറേറ്റ്ലി. ഓരോ ജോബിൻ്റെയും കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കസ്റ്റമറിൻ്റെ സ്പെഷ്യൽ ഓർഡർ അനുസരിച്ചിട്ട് മാത്രം ആണ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജോബ് കോസ്റ്റിങ്ങിൻ്റെ കേസിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് തുടങ്ങുള്ളൂ? ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യണുള്ളൂ. ദാറ്റ് ഈസ് ഹിയർ പ്രൊഡക്ഷൻ ഈസ് നോട്ട് ഫോർ സ്റ്റോക്ക്. ഇവിടെ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്ന എന്തിനു വേണ്ടിയിട്ടല്ല? സ്റ്റോക്കിന് വേണ്ടിയിട്ടല്ല. ഓരോ ജോബിനും അതിൻ്റേതായ സവിശേഷതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ജോബിൻ്റെയും വർക്കിൻ്റെയും കോസ്റ്റ് സെപ്പറേറ്റ് നിർണ്ണയിക്കുകയും അതോടൊപ്പം തന്നെ എന്താണ് അതിൻ്റെ പ്രോഫിറ്റും ലോസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അസർട്ടൈൻ ചെയ്യാനും അത് സെപ്പറേറ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് ജോബ് കോസ്റ്റ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതും എങ്ങനെയാണ്? ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ദി ജോബ്. അപ്പോൾ ജോബ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെപ്പറേറ്റ് ജോബ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കോസ്റ്റ് ഷീറ്റ് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ജോബ് കോസ്റ്റ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ജോബ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ദാറ്റ് ഈസ് ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ഈച്ച് ജോബാണ്. ഓരോ ജോബും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം. ഈ ജോബ് എപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്? ഒരു ഓർഡർ, സ്പെസിഫിക് ഓർഡർ കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഓർഡറിന് അനുസരിച്ചിട്ട് മാത്രമാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ നടത്തുന്നിടത്തെ എന്ത് അപ്ലൈ ചെയ്യണുള്ളൂ? ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഓരോ ജോബിൻ്റെ കോസ്റ്റും പ്രോഫിറ്റും ലോസും അസർട്ടൈൻ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഓരോ സെപ്പറേറ്റ് ജോബ് കോസ്റ്റ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ജോബ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ദാറ്റ് ഈസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ. ദെൻ കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മോഡലിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജോബ് കോസ്റ്റിൻ്റെ ജോബ് കോസ്റ്റ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രൈം കോസ്റ്റും ഫാക്ടറി കോസ്റ്റും ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടാണ് ജോബ് കോസ്റ്റ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ജോബ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹിയർ ഈസ് ദി എക്സാമ്പിൾ. ദാറ്റ് ഈസ് ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ ദി കോസ്റ്റ് ഷീറ്റ് ഫോർ ജോബ് നമ്പർ 105 ആൻഡ് ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് ദി ജോബ്. അപ്പോൾ ഇവിടെ ജോബ് നമ്പർ എന്ന് പറയുന്നത് 105 ആണ്. ജോബിൻ്റെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വാല്യൂ ഓഫ് ദി ജോബ് പ്രിപ്പയർ ചെയ്യാനാണ്, ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ഐറ്റംസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് മെറ്റീരിയൽ ഇഷ്യൂഡ് ഫോർ ദി ജോബ്. ഈ പെർട്ടിക്കുലർ ജോബിന് ഇഷ്യൂ ചെയ്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് ₹6,000 റുപ്പീസിൻ്റെ മെറ്റീരിയലാണ്. ദെൻ പ്രൊഡക്റ്റീവ് വേജസ് ദാറ്റ് ഈസ് ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത് 4,600 റുപ്പീസാണ്. ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ₹500 ആണ്. ദെൻ ഇവിടെ നമുക്ക് പ്രൊവൈഡ് 60% ഓൺ പ്രൊഡക്റ്റീവ് വേജസ് ഫോർ വർക്ക്സ് ഓൺ കോസ്റ്റ്. അപ്പോൾ ഇവിടെ 60% പ്രൊഡക്റ്റീവ് വേജിൻ്റെ 60% നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ടല്ലോ? വർക്ക് ഓൺ കോസ്റ്റിന് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ ആൻഡ് 1/2% ഓൺ വർക്ക്സ് കോസ്റ്റ്. വർക്ക്സ് കോസ്റ്റിൻ്റെ 12% ഫോർ ഓഫീസ് ഓൺ കോസ്റ്റാണ്. ദെൻ പ്രോഫിറ്റ് ടു ബി റിയലൈസ്ഡ് ഓൺ ദി സെല്ലിംഗ് പ്രൈസ് 15%. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15% ആണ്. ദാറ്റ് ഈസ് ഓൺ ദി സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസിൻ്റെ 15% എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് അറിയില്ല. പക്ഷേ നമുക്ക് ഇവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോട്ടൽ കോസ്റ്റിൻ്റെ എത്ര ശതമാനമാണ് സെല്ലിംഗ് പ്രൈസ് 15% വരിക എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നേ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്.
സോ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ്, ഇപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് 15% ഓൺ സെല്ലിംഗ് പ്രൈസാണ്. അപ്പോൾ 15% ഓൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ അത് കോസ്റ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രൊഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള, ഇങ്ങനെയുള്ള കേസിൽ പ്രൊഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷനാണ്. ദാറ്റ് ഈസ് പ്രൊഫിറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് profit on sales divided by 100 minus percentage of profit on sales. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, പ്രോഫിറ്റ് എത്രയെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് ടോട്ടൽ വാല്യൂ ഓഫ് ദി ജോബ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ജോബ് കോസ്റ്റ് ഷീറ്റ്. അപ്പോൾ എങ്ങനെയാണ് ജോബ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് നോക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് സൊല്യൂഷൻ ആണ്. സൊല്യൂഷൻ എങ്ങനെയാണ് ജോബ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ജോബ് കോസ്റ്റ് ഷീറ്റ് നമ്പർ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ജോബ് കോസ്റ്റ് ഷീറ്റ് നമ്പർ 105. ദെൻ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്, കോസ്റ്റ് ഷീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാണ്, ജോബ് കോസ്റ്റ് ഷീറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ 2 കോളം, ഫസ്റ്റ് ഐറ്റം കോളം ആൻഡ് എമൗണ്ട് കോളം. അപ്പോൾ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഐറ്റം ദാറ്റ് ഈസ് മെറ്റീരിയൽ. മെറ്റീരിയൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ₹6,000. ഇപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് ₹6,000. ദെൻ നെക്സ്റ്റ് ഐറ്റം ഈസ് പ്രൊഡക്റ്റീവ് വേജസ്. ദാറ്റ് ഈസ് ഓൾസോ നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ₹4,600. ദെൻ പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ആണ് ഒന്ന് ഡയറക്റ്റ് മെറ്റീരിയൽ, 2 ഡയറക്റ്റ് വേജസ്, 3 ഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ ഹിയർ ഓൾസോ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡയറക്റ്റ് എക്സ്പെൻസസ് വിച്ച് കോസ്റ്റ് ₹500. അപ്പോൾ നമുക്ക് ടോട്ടൽ എന്ത് ലഭിക്കും, ദാറ്റ് ഈസ് ഫസ്റ്റ് ഐറ്റം പ്രൈം കോസ്റ്റ് ലഭിക്കും. ഓക്കെ, ദെൻ ടോട്ടൽ എന്ന് പറയുന്നത് ₹11,100. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫാക്ടറി കോസ്റ്റ് ആണ്. അപ്പോൾ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, പക്ഷേ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, പ്രൊവൈഡ് 60% ഓൺ പ്രൊഡക്റ്റീവ് വേജസ് ഫോർ വർക്ക്സ് ഓൺ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫാക്ടറി ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത് 60% പ്രൊഡക്റ്റീവ് വേജസിൻ്റെ. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം, ആഡ് ഫാക്ടറി ഓൺ കോസ്റ്റ്. ഫാക്ടറി ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത് 60% ഓഫ് പ്രൊഡക്റ്റീവ് വേജസ് ആണ്. 60% ഓഫ് പ്രൊഡക്റ്റീവ് വേജസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ₹4,600. അതായത് പ്രൊഡക്റ്റീവ് വേജസ് 4,600ൻ്റെ 60% ആണ് ഫാക്ടറി ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ₹2,760. ഓക്കെ, ദെൻ ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫാക്ടറി കോസ്റ്റ് കിട്ടും. സോ ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു 11,100 പ്ലസ് 2,760 ദാറ്റ് ഈസ് ഈക്വൽ ടു 13,860. ഓക്കെ, അപ്പോൾ ഫാക്ടറി കോസ്റ്റ് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് ഓഫീസ് ഓൺ കോസ്റ്റ് ആണ്. ദാറ്റ് ഈസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓഫീസ് ഓൺ കോസ്റ്റ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓഫീസ് ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത് വർക്ക്സ് കോസ്റ്റിൻ്റെ 12.5%. അപ്പോൾ വർക്ക്സ് കോസ്റ്റ് എന്ന് പറയുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫാക്ടറി കോസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫാക്ടറി കോസ്റ്റിൻ്റെ അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റിൻ്റെ 12.5% ഓഫീസ് ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഫീസ് ഓൺ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 13,860ൻ്റെ 12.5%. ഓക്കെ, 12.5% ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1,732.50. അതായത് ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലഭിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 15,592.50. അപ്പോൾ നമുക്ക് എന്ത് ലഭിച്ചു, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലഭിച്ചു. ഇനി നമുക്ക് വാല്യൂ ഓഫ് ജോബാണ് കാണേണ്ടത്. ദാറ്റ് ഈസ് ടോട്ടൽ വാല്യൂ ഓഫ് ജോബാണ് കാണേണ്ടത്. അപ്പോൾ അവിടെ 15% ഓഫ് സെല്ലിംഗ് പ്രൈസ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 15% ഓൺ സെല്ലിംഗ് പ്രൈസ് ആണ്.
നമുക്ക് തന്നിട്ടുള്ളത്. സോ നമുക്ക് ആ ഇക്വേഷൻ വെച്ചിട്ട് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ദെയർഫോർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടി. കോസ്റ്റ് ഈസ് ഈക്വൽ ടു 15,592.50 ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് ആണ്, ദാറ്റ് ഈസ് 15 ഡിവൈഡഡ് ബൈ 100 മൈനസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 15. അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് 2,751.62 കിട്ടും. സോ ദാറ്റ് ഈസ് ദി വാല്യൂ ഓഫ് പ്രോഫിറ്റ്. ഇവിടെ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 2,751.62. Therefore, next total value of the job is equal to 18,344.12. അതായത് 18,344.12 പൈസയാണ് ജോബ് നമ്പർ 105ൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജോബ് കോസ്റ്റ് ഷീറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ജോബ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ മെറ്റീരിയൽ തന്നിട്ടുണ്ട്, വേജസ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ്, അത് വെച്ച് പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ അതിൻ്റെ കൂടെ നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യണം. നമുക്ക് ഫാക്ടറി ഓവർ ഹെഡ് ഡയറക്റ്റ് തന്നിട്ടില്ല, സോ നമ്മൾ അത് പെർസെൻറ്റേജ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു. പ്രൈം കോസ്റ്റിൻ്റെ മുകളിൽ 60% ഫാക്ടറി കോസ്റ്റ് ആണ് വരുന്നത്, സോ അത് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടും. ദെൻ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലഭിക്കും. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലഭിച്ചു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ വാല്യൂ ഓഫ് ദി ജോബ് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി പ്രിപ്പറേഷൻ ഓഫ് ജോബ് കോസ്റ്റ് ഷീറ്റ്.